എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു വിവാഹത്തെപ്പറ്റി? അപ്പോൾ അതങ്ങെത്തി. വിവാഹം നടക്കുന്നത് ഗുജറാത്തിലാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ, നമ്മൾ ഒരുമിച്ച് പോകാൻ പോകുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്കാണ്. ഇപ്പോൾ സമയം വൈകിട്ട് 7:30. നൈറ്റ് ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം ലീവ് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജോലി കഴിഞ്ഞ് പോകാമെന്ന് കരുതി. നമ്മൾ കൊച്ചി എയർപോർട്ടിലാണ് കേട്ടോ. 9:45 നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ അതുവരെ നമുക്കിവിടെ ഉള്ള കാഴ്ചകളെല്ലാം കാണാം. ഇതിനിടയിൽ ഞങ്ങളിവിടുത്തെ എയർപോർട്ട് ലൗഞ്ചിലൊന്ന് പോയിരുന്നു. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം എന്തിനു നമ്മൾ വേണ്ടെന്ന് വെക്കണം. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങളുടെ കാർഡ് അതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവർ പറഞ്ഞത് നമ്മൾ ബാങ്കിൽ വിളിച്ച് ഈ സേവനം എനേബിൾ ചെയ്യണം, എന്നാൽ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ യാത്രയിൽ ഈ ലൗഞ്ച് ഫെസിലിറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ കാർഡ് ഏത് ബാങ്കിൽ നിന്നാണോ അവരെ വിളിച്ചിട്ട് ഈ സേവനം എനേബിൾ ചെയ്യുക, എന്നിട്ട് ഇത് ഉപയോഗിക്കുക. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇൻഡിഗോയിൽ നിന്ന് ഒരു ഇമെയിൽ വന്നത്. ഫ്ലൈറ്റ് 1 മണിക്കൂർ ഡിലേ ആണ്. അതുകൊണ്ട് ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാൻ ഇൻഡിഗോ നൽകിയ സ്നാക്സിന്റെ കിറ്റാണ് കേട്ടോ ഇത്. അതായത് ഈ സ്നാക്സ് ഒക്കെ കഴിച്ച് നിങ്ങളിരിക്കുക, അപ്പോഴേക്കും ഞങ്ങളുടെ ഫ്ലൈറ്റ് വരും. അപ്പോൾ നമുക്ക് ഈ സ്നാക്സിന്റെ കിറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ചെറിയ പാക്ക് ഉണ്ട്. പിന്നെ ഒരു ബിസ്ക്കറ്റ് ഉണ്ട്. അത്യാവശ്യം വലിയ ബിസ്ക്കറ്റാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഒരു ജ്യൂസും. ഈ ഒരു 3 കാര്യങ്ങളാണ് കിറ്റിലവർ തന്നേക്കണേ. അങ്ങനെ സ്നാക്സ് ഒക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഇമെയിൽ വന്നു. ഫ്ലൈറ്റ് വീണ്ടും 1 മണിക്കൂർ ഡിലേ ആണ്. അപ്പോൾ തന്നെ എനിക്ക് ഇൻഡിഗോയിൽ നിന്നൊരു കോൾ വന്നു, കൗണ്ടറിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ കൗണ്ടറിൽ ചെന്നപ്പോൾ അവരെ നഗ്നസത്യം എന്നോട് പറഞ്ഞു, ഫ്ലൈറ്റ് ഇനിയും ഡിലേ ആവും, അതുകൊണ്ട് കണക്റ്റഡ് ഫ്ലൈറ്റ് ഇനി എന്തായാലും കിട്ടില്ല എന്ന്. പകരം ഞങ്ങൾ വേറൊരു ഓപ്ഷൻ തരാം. അതായത് ബാംഗ്ലൂരിന് പകരം നമുക്ക് പൂനെക്കൊരു ഫ്ലൈറ്റ് തരാം, പൂനെയിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള വേറെ ഫ്ലൈറ്റ് തരാമെന്ന്. പൂനെക്കുള്ള ഫ്ലൈറ്റ് വെളുപ്പിന് 1 മണിക്കാണ്. അതുവരെ ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് ലോഞ്ച് ആക്സസും അവർ ഓഫർ ചെയ്തു. അങ്ങനെ നേരത്തെ നമ്മൾ ശ്രമിച്ചിട്ടും കിട്ടാതെ പോയ ലോഞ്ച് ആക്സസ് ഇപ്പോൾ നമുക്ക് മുന്നിൽ 2 വാതിലും തുറന്ന് സ്വാഗതം ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. എങ്കിലും ഇവിടെയുള്ള കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിച്ചിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡൊമസ്റ്റിക്കിലുള്ള എർത്ത് ലോഞ്ചിലാണ്. ഈ ഡൊമസ്റ്റിക് എർത്ത് ലോഞ്ചിൽ എന്തൊക്കെ സേവനങ്ങളാണ് കിട്ടുക എന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടി പറയാം കേട്ടോ. ഇവിടെ നമുക്ക് ഫുഡ് ഉണ്ട്, ഡ്രിങ്ക്സ് ഉണ്ട്, ചായ കോഫി മെഷീൻസ് എല്ലാം ഉണ്ട്. അത്യാവശ്യം ഫ്രഷ് ആവാം, ബാത്റൂം, ടോയ്ലറ്റ്സ്. അപ്പോൾ നമുക്ക് ലൗഞ്ചിലെ കാഴ്ചകൾ കാണാം. പിന്നെ നമുക്ക് എയർപോർട്ടിലെ കാഴ്ചകളെല്ലാം കണ്ടിരിക്കാം. കാരണം ഈ എയർപോർട്ടിലെ കാഴ്ചകൾ നമുക്ക് ഗേറ്റിൽ നിന്ന് അധികം കാണാൻ പറ്റില്ല. ഇവിടെ നമുക്ക് നേരിട്ട് കാണാം ഫ്ലൈറ്റ് ഇറങ്ങുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. അങ്ങനെ ഭക്ഷണം കഴിച്ചും ഇടയ്ക്കിടയ്ക്ക് കോഫിയും ചായയും കുടിച്ച് നമുക്ക് സമയം ചെലവിടാൻ പറ്റും. നമ്മുടെ ഫ്ലൈറ്റിനുള്ള സമയമായി. അങ്ങനെ നമുക്ക് ഈ എർത്ത് ലോഞ്ചിനോട് തൽക്കാലത്തേക്ക് വിട പറഞ്ഞ് നേരെ ഗേറ്റിലേക്ക് പോവാം. നമ്മൾ എയറോ ബ്രിഡ്ജിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റിൽ കയറി നേരെ പൂനെക്ക്. धीमी की जाएगी। यदि आप पढ़ना चाहें तो पैनल में लगी बत्ती का प्रयोग करें। धन्यवाद।
Request your attention, please. As we prepare for departure, please open. ഇപ്പോൾ നമ്മൾ പൂനെ എയർപോർട്ടെത്തി. ഇനി നമുക്ക് ഫ്ലൈറ്റ് ചേഞ്ച് ഉണ്ട്. ഇനി പൂനെ എയർപോർട്ടിൽ ചെന്ന് നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് കണ്ടുപിടിച്ച് നേരെ ഗേറ്റിലേക്ക് പോവാം. ഒപ്പം ഈ പൂനെ എയർപോർട്ടിൻ്റെ കാഴ്ചകളും കാണാം. നമ്മുടെ രണ്ടാമത്തെ ഫ്ലൈറ്റിൽ നമ്മൾ കയറി. ഈ ഫ്ലൈറ്റ് നേരെ പോകുന്നത് അഹമ്മദാബാദിലേക്ക്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ അഹമ്മദാബാദ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോവാം. തൽക്കാലത്തേക്ക് ഈ എയർപോർട്ടിനോട് വിട പറഞ്ഞിട്ട് നേരെ അഹമ്മദാബാദിലെ വെജൽപൂരിലെത്താം. നമ്മുടെ ചിറ്റയുടെ വീട് വെജൽപൂരാണ്. ആരും വന്നിട്ടില്ല. കാരണം നമ്മൾ പറഞ്ഞു അവരോട് വരണ്ടെന്ന് പറഞ്ഞു. കാരണം ഈ കല്യാണ തിരക്കിൻ്റെ ഇടയിൽ നമ്മളവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമുക്ക് നേരെ ഒരു പ്രീപെയ്ഡ് ടാക്സി എടുത്തിട്ട് നേരെ വെജൽപൂരേക്ക് പോവാം. ഇപ്പോൾ സമയം വെളുപ്പിന് 6:30 ആയിട്ടുള്ളൂ. നമ്മുടെ കാറെല്ലാം റെഡി. ഇപ്പോൾ നമുക്ക് നേരെ കാറിലേക്ക് പോവാം. ഇനി ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെല്ലണം. അത്യാവശ്യം റെസ്റ്റ് എടുക്കണം. രാത്രി നമ്മൾ ഫുൾ ട്രാവൽ ചെയ്യുന്നല്ലോ, ഉറക്കമൊന്നും ശരിയായിട്ടില്ല. അവിടെ പോയി ഒന്ന് റെസ്റ്റ് ചെയ്യണം. അതിനുശേഷം നമ്മളിന്ന് വൈകിട്ട് നമുക്ക് മെഹന്തി. അപ്പോൾ ഇനി നമുക്ക് നേരെ മെഹന്തിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. മെഹന്തിയുടെ ഫംഗ്ഷൻ നടക്കുന്നത് പെൺകുട്ടിയുടെ വീട്ടിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ ഈ കളർ കോമ്പിനേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? മഞ്ഞയും പച്ചയും. ഇപ്പം നമ്മൾ മെഹന്തിക്കാണ് വന്നിരിക്കുന്നത്. മെഹന്തിയുടെ പച്ച കളർ കോഡ് ഉണ്ട്. പിന്നെ അടുത്തത് ഇവർക്ക് ഹൽദി ഉണ്ട്. ഹൽദി നമുക്കും ഉണ്ട് അവിടെ. അപ്പോൾ ഹൽദിയുടെ മഞ്ഞയും ഉണ്ട്. ഇപ്പം ഇനി ഹൽദിക്ക് വേണ്ടി വേറെ ഡെക്കറേഷൻ മാറ്റേണ്ട കാര്യവുമില്ല. ഫംഗ്ഷനിൽ നമ്മുടെ ചെക്കൻ ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ട്. പെണ്ണും ചെക്കനുള്ള ഫോട്ടോ സെഷൻ, ഫാമിലി ഫോട്ടോ സെഷൻ. പിന്നെ ഇവിടെ വരുന്ന എല്ലാവർക്കും കയ്യിൽ മൈലാഞ്ചി ഇടാം. അപ്പോൾ അതിനായിട്ട് ഇവർ ഇവിടെ പ്രൊഫഷണൽസ് ഉണ്ട് മൈലാഞ്ചി ഇടാനായിട്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം.
ഇതാണ് ഞങ്ങളുടെ ചിറ്റ ജയചിറ്റ അഹമ്മദാബാദിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻസിലാണ് വർക്ക് ചെയ്യുന്നത്. ചിറ്റയുടെ മകൻ്റെ വിവാഹത്തിനാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ അവരുടെ ഫാമിലി ഫോട്ടോസൊക്കെ ഞാൻ കുറച്ച് ഈ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇനി അങ്ങോട്ട് നല്ല നല്ല വീഡിയോസാണ് നമുക്ക് വരാൻ പോകുന്നത്. കല്യാണം മാത്രമല്ല കേട്ടോ, നമ്മൾ അഹമ്മദാബാദിലെ എല്ലാ മെയിൻ പ്ലേസസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് ഞങ്ങളുടെ ഫാമിലിയുടെ ഭാഗമായ നിങ്ങൾ ഓരോരുത്തരോടും എന്നെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടിപൊളി കാഴ്ചകളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും. അതുവരെ ബൈ.